ഓളവും തീരവും ആദ്യകാല മലയാള ചിത്രങ്ങളുടെ ഒരു ഘട്ടം തീരുകയാണ്. ചലച്ചിത്ര സ്വഭാവം ആദ്യന്തം കാത്തുസൂക്ഷിച്ച ഒരുപക്ഷെ മലയാളത്തിലെ എന്നല്ല ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യത്തെ ചിത്രമാണ് ഓളവും തീരവും എന്നു പറയാം. നവസിനിമയുടെ ചരിത്രം കുറിച്ച ഈ ചിത്രം 1970 ഫെബ്രുവരി 27 പ്രദർശനം തുടങ്ങിയത്. പൂർണ്ണമായും സ്റ്റുഡിയോയ്ക്ക് വെളിയിൽ ചിത്രീകരിച്ച ആദ്യ മലയാള ചിത്രവും ഇത് തന്നെ. നിർമ്മാണം PA ബക്കർ, കഥ തിരക്കഥ സംഭാഷണം MD വാസുദേവൻ നായർ, ഛായാഗ്രഹണം മങ്കട രവിവർമ്മ, ഗാനരചന P ഭാസ്കരൻ, സംഗീതം MS ബാബുരാജ്, പാടിയവർ S ജാനകി, യേശുദാസ്, P ലീല, MS ബാബുരാജ്, മച്ചാട് വാസന്തി, CA അബൂബക്കർ. അഭിനയിച്ചവരും കഥാപാത്രങ്ങളും: മധു, ബാപ്പൂട്ടി, ഉഷ നന്ദിനി, നബീസ, ഫിലോമിന നബീസയുടെ ഉമ്മ, ജോസ് പ്രകാശ്, കുഞ്ഞാലി, കൂടാതെ ആലമ്മൂടൻ, പറവൂർ ഭരതൻ, നിലമ്പൂർ ഐഷ, നിലമ്പൂർ ബാലൻ, സുജാത, പരിയനാമ്പറ്റ, T ദാമോദരൻ, കുഞ്ഞാവ, അബ്ബാസ്, മാല ശാന്ത എന്നിവരും അഭിനയിച്ചു. 1970 മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം, മികച്ച സംഭാഷണത്തിന് MDക്ക് സംസ്ഥാന പുരസ്കാരം, മികച്ച ഛായാഗ്രഹണത്തിന് മങ്കട രവിവർമ്മയ്ക്ക് പുരസ്കാരം, ഫിലോമിനയ്ക്ക് മികച്ച രണ്ടാമത്തെ നടിക്കുള്ള പുരസ്കാരം എന്നിവ ഈ ചിത്രം നേടിക്കൊടുത്തു. ബാപ്പൂട്ടിയാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രം. ബാപ്പൂട്ടിയുടെ ജീവിതം ഒഴുക്കിൽ കിടക്കുന്ന പൊങ്ങുതടി പോലെയായിരുന്നു. അയാൾക്ക് ഒരു ചങ്ങാതി ഉണ്ടായിരുന്നു, അബ്ദു. അയാൾ മരിച്ചു. അയാളുടെ മയ്യത്ത് ഏൽപ്പിക്കാനായി വാഴക്കടവത്ത് ബാപ്പൂട്ടി എത്തി. അവിടെ അപഥ സഞ്ചാരിണിയായ ബീവാത്തു ഉമ്മയെ കണ്ടുമുട്ടുകയും അവരോടും അവരുടെ കുടുംബത്തോടും അടുക്കുകയും ചെയ്തു. അവർ തൻ്റെ ജീവിതകഥ ഒരു മകനെപ്പോലെ കരുതി ബാപ്പൂട്ടിയോട് പറഞ്ഞു. അതോടെ ബാപ്പൂട്ടിക്ക് അവരോട് അടുപ്പം കൂടുകയാണ് ഉണ്ടായത്. മാത്രവുമല്ല, അവരുടെ മകൾ നബീസു അവൻ്റെ ഹൃദയത്തിൽ ചേക്കേറുകയും ചെയ്തു. അവർ തമ്മിൽ നിക്കാഹ് കഴിക്കാനുള്ള പണം സ്വരൂപിക്കാൻ ബാപ്പൂട്ടി യാത്രയായി. നബീസു അവനു വേണ്ടി കാത്തിരുന്നു. ഈ കാലയളവിൽ പുതുപ്പണക്കാരൻ കുഞ്ഞാലി എത്തി. വേഷവും സംസാരവുമെല്ലാം തനി സമ്പന്നൻ്റേതുപോലെ തന്നെ. കീശയിലാണെങ്കിൽ നിറച്ച് കാശും. നാട്ടുകാർക്ക് അയാളൊരു അത്ഭുതമായി മാറാൻ ഇതിലധികമൊന്നും വേണ്ടി വന്നില്ല. കുഞ്ഞാലിയുടെ ഇടതടവില്ലാത്ത സന്ദർശനം ബീവാത്തുമ്മയ്ക്ക് ഇഷ്ടമായി. അയാളെ മരുമകനായി ലഭിക്കണം എന്നാശിച്ച അവർ അത് അയാളോട് തുറന്നു പറയുകയും ചെയ്തു. മനസ്സ് മുഴുവൻ ബാപ്പൂട്ടിയുമായി കഴിയുന്ന നബീസു ഇത് കേട്ട് നടുങ്ങിപ്പോയി. അവളുടെ കൂട്ടുകാരിയായ കാളിക്കുട്ടിയുടെ വിവാഹം കഴിഞ്ഞു പോയതോടെ അവൾ ഒറ്റപ്പെട്ടു. എന്നാലും ബാപ്പൂട്ടിയുടെ വിശേഷം അയാളുടെ കൂട്ടുകാരനായ മമ്മദിക്കയോട് തിരക്കിക്കൊണ്ടേ അവൾ ഇരുന്നു. എന്നാൽ സാധന സാമഗ്രികൾ കൊടുത്തും പണം കൊടുത്തും ബീവാത്തുമ്മയെ തൻ്റെ സ്വാധീനത്തിലാക്കാൻ കുഞ്ഞാലിക്ക് കഴിഞ്ഞു. ഒരു ദിവസം മോഹന സ്വപ്നങ്ങളുമായി വാഴക്കടവിൽ ഓടിയെത്തി ബാപ്പൂട്ടി. നബൂസുവായി വിവാഹം കഴിച്ച് ഒരു കുടുംബ ജീവിതം തുടങ്ങുക അവൻ്റെ ലക്ഷ്യമായിരുന്നു. അവിടെ എത്തി അവന് അവഗണനയുടെ കൂരമ്പുകളാണ് ഏൽക്കേണ്ടി വന്നത്. പക്ഷേ സമയം വൈകിപ്പോയി. നബീസു അപ്പോഴേക്കും കുഞ്ഞാലിയുടെ കയ്യിൽ പെട്ടിരുന്നു. നിരാശിതനായ ബാപ്പൂട്ടി പിറ്റേന്ന് രാവിലെ വള്ളമൂന്നി സ്ഥലം വിടാൻ നോക്കുമ്പോൾ അവൻ കണ്ടത് ഓളം കരക്കടുപ്പിച്ച നബീസുവിൻ്റെ ശവമായിരുന്നു. ദുഃഖവും നിരാശയും കൊണ്ട് വാടിയ ബാപ്പൂട്ടിയിലെ മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കുന്നു.